നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴം പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. തേരോട്ടം രാജ്യത്ത് അലയടിക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷ പ്രമുഖരെല്ലാം തന്നെ മൗനത്തിലുമാണ്. എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ വലയുന്നതിനിടയിലാണ് എക്സിറ്റ് പോൾ ഫലത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാവും ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സോമനാഥ് ഭാരതി. മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയാൽ താൻ മൊട്ടയടിക്കുമെന്നാണ് സോമനാഥ് ഭാരതിയുടെ പ്രഖ്യാപനം. ബി.ജെ.പിക്ക് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണ് എന്ന് ജൂൺ 4-ന് തെളിയിക്കപ്പെടുമെന്നും മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി ആകില്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ 7 സീറ്റുകളും ഇന്ത്യ സഖ്യം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മോദിയെ ഭയന്ന് എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി ഫലം പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് ഈ AAP നേതാവിന്റെ വാദം. യഥാർത്ഥ ഫലത്തിനായി ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്നും ജനങ്ങളെല്ലാം ബി.ജെ.പിക്ക് എതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ ശക്തരായ വനിതാ നേതാവുമായിരുന്ന സുഷമ സ്വരാജിന്റെ മകൾ ബൻസൂരി സ്വരാജും സോമനാഥ് ഭാരതിയുമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനമാകും ഈ തിരഞ്ഞെടുപ്പ് എന്ന ശുഭപ്രതീക്ഷയിലാണ് ബാൻസൂരി ഉള്ളത്. നഗരത്തിലെ 7 സീറ്റുകളിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടി ബി.ജെ.പി. കരുത്തു കാട്ടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 2014-ലെ തിരഞ്ഞെടുപ്പ് മുതൽ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ് ഡൽഹി മണ്ഡലം.